സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയതായ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുകയാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആജ്ഞയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഏതു ദൈവദാസൻ പ്രസംഗിച്ചാലും ഏതു വചനഭാഗത്തിൽ നിന്ന് പ്രസംഗിച്ചാലും ആ വചനത്തിലുള്ളതായ സാരാംശം 3 വാക്കുകളിൽ പൗലോസ് വെളിപ്പെടുത്തി. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജമായ വിശ്വാസം. ശുദ്ധമായ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജമായ വിശ്വാസം, ഇവ ഒരുമിച്ചുണ്ടായിരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നതായ സ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയം ദുഷിച്ചത് ആകുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? മനുഷ്യന്റെ ഹൃദയം ദോഷം നിറഞ്ഞതാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. നമ്മുടെ ഹൃദയം നമ്മെ ദോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും പറയും, നീ വളരെ നല്ലവനാണ്, മറ്റുള്ള ആളുകൾ വളരെ മോശമാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയും, നീ അവരെക്കാൾ അല്പം ബെറ്റർ ആണ്. അവർ ഒരുപാട് മോശം ആളുകളാണ്, നീ എന്നാൽ അല്പം മാത്രം മോശപ്പെട്ട ആളാണ്. അതല്ലാതെ യഥാർത്ഥ സ്ഥിതി പറയുകയില്ല. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും തന്നെത്താൻ പ്രതിരോധിക്കാനിടയാകും, തന്നെ തന്നെ വലുതാക്കി കാണിക്കും, തന്നെക്കുറിച്ച് പുകഴ്ത്തുവാനിടയാകും. എന്നാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്ന സമയം അവന്റെ അവസ്ഥയെ മനസ്സിലാക്കുവാനിടയാകും. അന്ത്രയാസ് യേശുവിനെ അറിഞ്ഞ ശേഷം പത്രോസിനെ യേശുവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസിനെ കണ്ടപ്പോൾ യേശുക്രിസ്തു പറയുവാനിടയായി, നീ ഇന്നു മുതൽ കേഫ എന്ന് വിളിക്കപ്പെടും, നീ ഒരു പാറയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ വിചാരം എന്താണ്? ഞാൻ പത്രോസാകുന്നു, ഞാൻ പത്രോസാണ് എന്ന് അവൻ പറയുമായിരുന്നു. എടുത്തുചാട്ടക്കാരൻ, വെപ്രാളി, തന്നെക്കുറിച്ച് എപ്പോഴും ഗമയായി പറയുന്ന വ്യക്തി. കർത്താവ്, ശരി, അങ്ങനെയാണല്ലോ, വെരി ഗുഡ്, ഓക്കെ. എന്നാൽ അവന്റെ യഥാർത്ഥ സ്ഥിതി അവന് മനസ്സിലായില്ല. ഒരു ദിവസം രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ച് ഒരു മീനെ പോലും കിട്ടിയില്ല. കർത്താവ് അവന്റെ അടുക്കൽ വന്ന് തോണിയിൽ കയറിയിരുന്നിട്ട് ഉപദേശിച്ച് ആ തോണിയെ ദൂരേക്ക് മാറ്റിയിട്ട് വല വീശാൻ പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾ നല്ല പരിചയമുള്ള മീൻപിടുത്തക്കാരാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിലാണ് മീൻ കിട്ടുന്നത്, പകൽ മീൻ കിട്ടുവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ശരി, എങ്കിലും നിന്റെ വാക്കിനാൽ വലയിറക്കാം എന്ന് പറഞ്ഞിട്ട് വല വീശാനിടയായി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ എന്താണ് വിചാരിച്ച് വല വീശിയത്? യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാം, കണ്ടില്ലേ എന്ന് പറയാൻ വിചാരിച്ചായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്ന രീതിയിലാണ് വല വീശിയത്. എന്നാൽ അവനവിടെ വല നിറച്ച് മീൻ കിട്ടുവാൻ ഇടയായി. അപ്പോൾ അവൻ അത്ഭുതപ്പെട്ടിട്ട് കർത്താവിന്റെ പാദത്തിൽ വീണ് എന്താണ് പറയുന്നത് അറിയാമോ? ഞാൻ പാപിയാകുന്നു, എൻ്റെ അടുക്കൽ നിന്ന് നീ പോകണമേ. തൻ്റെ അവസ്ഥയെ അവൻ മനസ്സിലാക്കി, തൻ്റെ അവസ്ഥയെ അവൻ കണ്ടുപിടിച്ചു. ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവന്റെ വചനം കേൾക്കുന്ന സമയത്ത് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ വചനം അന്ധകാരത്തിൽ വെളിച്ചമാകുന്നു. ഇരുട്ടിൽ കിടക്കുന്നവർ ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ ചോദിക്കുവാനിടയാകും. എന്നാൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് അതെന്താണെന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അന്ധനാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കും. ശരിയല്ലേ? അതാണ്, വെളിച്ചമുള്ള വ്യക്തിക്ക് സകലതും അറിയാൻ കഴിയും. ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം നമ്മിലേക്ക് വരുന്ന സമയത്ത് നീ ആരാണ്, ഞാൻ ആരാണ്, ഏതാണ് തെറ്റ്, ഏതാണ് പാപം, ആരാണ് ദൈവം, ആരാണ് ദൈവമല്ലാത്തവൻ, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക എന്നാൽ തൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. തൻ്റെ തെറ്റിനെ മനസ്സിലാക്കുന്നതാണ്
ആ തെറ്റിനു വേണ്ടി പശ്ചാത്താപിക്കുന്നതാണ് രക്ഷയുടെ ഉദ്ദേശം. ഇതൊരു ചടങ്ങല്ല, ഇതൊരു വ്രതം അല്ല, ഇതൊരു ആചാരമല്ല, ഇത് കുറച്ച് രീതികൾ അനുസരിക്കുന്നതല്ല. കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ യജമാനന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ ശീലോസും പത്രോസും എന്താണ് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടാനിടയാകും. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമായി ആത്മീയമായി എങ്ങനെ വളരണം? ഒരു മാതാവ് 10 മാസം ഗർഭം ധരിച്ചാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നത്. എന്നാൽ അതിനുശേഷം കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോഴാണ് യഥാർത്ഥ പണി ആരംഭിക്കുന്നത്. ആ കുഞ്ഞിനെ കഴുകണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം. എന്താണ്? ആ കുഞ്ഞിനെ വളർത്തിയെടുക്കണം. നാം പുതുതായി രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മെ ഉപദേശിച്ച് നടത്തുന്നതിനായി, നമ്മെ സഹായിക്കുന്നതിനായി ദൈവം സഭയെ നൽകിയിരിക്കുന്നു. ദൈവദാസന്മാരെ തന്നു. രക്ഷിക്കപ്പെട്ടതായ വ്യക്തി ദൈവാലയത്തിൽ പോകാനിടയാകണം. വചനമാകുന്ന പാൽ കുടിക്കുവാനിടയാകണം. വചനം വായിക്കണം. കൊച്ചുകുഞ്ഞുങ്ങൾ ജനിക്കുന്നതായ ആ സമയത്ത് തന്നെ ഏങ്ങി കരയുന്നത് എന്തിനു വേണ്ടിയാകുന്നു? പറയൂ. എനിക്ക് വസ്ത്രം വേണം, വസ്ത്രം വേണം, എനിക്ക് നാണമാകുന്നു എന്ന് പറഞ്ഞാണോ? അല്ല. എനിക്ക് പാദസരം മേടിച്ചതാ എന്ന് പറഞ്ഞാണോ? അല്ലെങ്കിൽ എനിക്ക് സെൽഫോൺ വാങ്ങിച്ചതാ എന്ന് പറഞ്ഞാണോ കരയുന്നത്? എന്തിനു വേണ്ടിയാണ് ആ കൊച്ചുകുഞ്ഞ് കരയുന്നത്? പാലിനു വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ബിരിയാണിക്ക് വേണ്ടിയല്ല, കോഴിമുട്ടയ്ക്ക് വേണ്ടിയല്ല, പാലിനു വേണ്ടിയാണ്. വയറ് നിറച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങും. മമ്മി ഇനിയും വേണമെന്ന് പറയുമോ? എന്താണ്? വയറ് നിറയുമ്പോൾ ഉറങ്ങാനിടയാകും. വിശന്നു കരഞ്ഞാൽ അമ്മ വീണ്ടും പാല് തരുമെന്ന് ആ കുഞ്ഞിന് നന്നായിട്ട് അറിയാം. നീ കർത്താവിനെ വിശ്വസിച്ച ശേഷം നിനക്ക് എപ്പോൾ എന്തു വേണമെന്ന് ആ ദൈവത്തിന് അറിയാം. വീണുപോകാൻ തുടങ്ങുമ്പോൾ കൈപിടിക്കാനിടയാകും. തെന്നി വീഴുവാനിടയാകുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാനിടയാകും. ഒരു ദോഷം സംഭവിക്കാൻ തുടങ്ങിയാൽ അവനെന്റെ ഇടയനാണ്, എനിക്കൊരു ദോഷവും സംഭവിക്കില്ല. ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കും? വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും. വചനം വായിക്കണം. പുതുതായി രക്ഷിക്കപ്പെട്ടതായ ആളുകൾ പ്രസംഗിക്കുന്നതല്ല, അനേക ദേശങ്ങളിലേക്ക് പോകുന്നത് അല്ല, മറിച്ച് വചനം വായിക്കേണ്ടതാകുന്നു. ബൈബിൾ വായിക്കുവാൻ ശീലിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 3 മാസമായപ്പോൾ കർത്താവിനെ ദൈവവേലയ്ക്ക് വിളിച്ചു. ആ സമയത്ത് എൻ്റെ മാതാപിതാക്കളെയെല്ലാം ഞാൻ അവിടെ ആക്കിയിട്ട് മദ്രാസിലേക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി പോയി. ആ ബൈബിൾ ട്രെയിനിങ്ങിൽ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ മുഴങ്കാൽ മടക്കിയുള്ളതായ പ്രാർത്ഥന. അതിരാവിലെ എഴുന്നേറ്റ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ, ബൈബിൾ മുൻപിൽ വെച്ചിട്ട് മണിക്കൂറുകളോളം മുഴങ്കാലിൽ നിന്ന് തന്നെ ബൈബിൾ വായിക്കുവാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് ആത്മീയ ബലം പ്രാപിക്കാനിടയായി. ഇല്ലെങ്കിൽ ഞാനത് വിട്ടിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോയേനെ. അല്ലെങ്കിൽ ദൈവവേലയിലെ കഷ്ടത കണ്ടിട്ട് ഞാൻ വീണ്ടും പഴയ ജോലിക്ക് പോകുമായിരുന്നു. വചനം നമ്മെ ബലപ്പെടുത്തുവാനിടയാകും. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾ വീടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവത്തോട് ബന്ധമുള്ളതായ ഒരു വ്യക്തിയെ പിശാചിന് തൊടുവാൻ കഴിയില്ല. നാം വിശ്വാസത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണം. അവൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുവാനിടയാകും. ഹൃദയത്തിൽ ശുദ്ധീകരണമില്ലാതെ ഭക്തിയും ആചാരവും കാണിച്ചാൽ നമുക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയും ഹൃദയത്തിലുള്ളതായ മാലിന്യങ്ങളും ഹൃദയത്തിലുള്ളതായ ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ഏറ്റു പറയുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടും. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്ന സമയത്ത് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നതായ ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട വ്യക്തി വീണു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഭക്തിയിൽ വളരണമെങ്കിൽ, പ്രാർത്ഥന എന്നുള്ളതായ വ്യായാമം, വചനമെന്ന ആഹാരവും ദൈവീയ മക്കളുമായുള്ള കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി നല്ല മനസ്സാക്ഷി ഉള്ള വ്യക്തികളായി ഇരിക്കണം. എത്ര വ്യക്തികൾക്ക് മനസ്സാക്ഷിയുണ്ട്? കൈ ഉയർത്താമോ? ഞാൻ നോക്കട്ടെ. ബാക്കിയുള്ളവർക്കില്ലേ? മനസ്സാക്ഷിയില്ലേ? എവിടെയാകുന്നു മനസ്സാക്ഷി? എവിടെയുണ്ടെന്ന് അറിയില്ല. എന്നാൽ
നമ്മുടെ മനസ്സാക്ഷി നമ്മോട് സംസാരിക്കും. ഏയ്, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ആദ്യമായി ഞാൻ സിഗരറ്റ് വലിച്ച സമയത്ത്, ഇപ്പോൾ ഞാൻ വലിക്കുന്നില്ല കേട്ടോ, പണ്ട് ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് എൻ്റെ പിതാവ് 2 കൈ കൊണ്ടും സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഗന്ധം സഹിക്കവയ്യാതെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിച്ചത് മാനസാന്തരം മുൻപാണത്. എനിക്കതിൻ്റെ ഗന്ധം പിടിക്കില്ലായിരുന്നു, വളരെ വെറുപ്പായിരുന്നു അതിനോട്. എന്നാൽ കോളേജിൽ ചെന്ന ശേഷം കൂട്ടുകാർ പറഞ്ഞു, എന്താടാ നീ സിഗരറ്റ് വലിക്കത്തില്ലേ? എടാ, സിഗരറ്റ് വലിക്കാത്തവൻ ആണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് രോഷമുണ്ടായി. എൻ്റെ കൂട്ടുകാരനെ സിഗരറ്റ് വലിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കടയിലേക്ക് ചെന്നു. സിഗരറ്റ് കിട്ടുന്ന കടയിൽ ചെന്ന് ഒരു സിഗരറ്റ് തരാൻ പറഞ്ഞു. അയാൾ സിഗരറ്റ് തന്നപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുകയാണ്. പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഭയം? എന്തുകൊണ്ടാണ് വരുന്നത്? ആരാണ് പറയുന്നത്? സിഗരറ്റ് വായിൽ വെച്ചിട്ട് തീപ്പെട്ടി വിറയ്ക്കുമ്പോൾ അറിയാതെ തീപ്പെട്ടി വിറയ്ക്കുകയാണ്. ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ മനസ്സാക്ഷി പറയുകയാണ്, തെറ്റ്, 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 തെറ്റ്. എത്ര പ്രാവശ്യം പറയും? കുറച്ച് സമയമേ പറയത്തുള്ളൂ, കുറച്ച് നാളെ പറയുകയുള്ളൂ. നിന്റെ മനസ്സാക്ഷിയുടെ വാക്കിന് നീ കീഴടങ്ങുന്നില്ലെങ്കിൽ മനസ്സാക്ഷി മരവിച്ചു പോകുന്നു, നിന്റെ മനസ്സാക്ഷി ചത്തുപോകും. പിന്നെ എന്തെല്ലാം തെറ്റ് ചെയ്താലും, ചില ആളുകളെ കണ്ടിട്ടില്ല, എന്തെല്ലാം തെറ്റ് ചെയ്താലും അവർക്കൊന്നും തന്നെ തോന്നുകയില്ല. കാരണം അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു. നിനക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, നീ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന സമയത്ത് മരിച്ചുപോയതായ മനസ്സാക്ഷി ജീവിക്കുവാനിടയാകും. പാപത്താലും അകൃത്യത്താലും മരിച്ചവരായിരുന്ന നമ്മെ യേശുക്രിസ്തു ജീവിപ്പിച്ചു. മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മുടെ മനസ്സാക്ഷി വളരെ നിർമ്മലമായിരിക്കും. സ്നാനപ്പെട്ടതിന് ശേഷം നീ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സാക്ഷി വളരെ നിർമ്മലമായിരിക്കും. ചെറിയ തെറ്റ് ചെയ്താൽ പോലും മനസ്സാക്ഷി നിന്നെ ഉപദേശിക്കും. ഒരു ദേവദാസിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഓടി വന്ന്, ദേവദാസ, പാപം ചെയ്തു പോയി, ദേവദാസ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് നിലവിളിക്കുകയാണ്. പാപം ചെയ്തു പോയി എന്ന് നിലവിളിക്കുകയാണ്. കുഴപ്പമില്ല മകളെ, സാരമില്ല, സാരമില്ല, കരയേണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ കഴുത എന്ന് വിളിച്ചു എന്ന്. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, അതിനെന്താണ് സങ്കടപ്പെടുന്നത്? സ്വന്തം മകനെയല്ലേ വിളിച്ചത് എന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ദേവദാസൻ എന്താണ് അങ്ങനെ പറയുന്നത്? മക്കളെ, യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെയെന്നല്ലേ ദൈവവചനം പറയുന്നത്? ദൈവം തന്ന മകനെയാണല്ലോ ഞാൻ കഴുത എന്ന് വിളിച്ചത്. ഞാനതുകൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് കരയുന്നു. അത്ര നിർമ്മലമായതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയുടെ ഉപദേശത്തിന് നീ കീഴ്പ്പെടണം. എപ്പോഴാണോ മനസ്സാക്ഷി അരുത് എന്ന് പറയുന്ന സമയം നീ അനുസരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തെറ്റിലാക്കപ്പെടുവാൻ ഇടയാവില്ല. വീണുപോയി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? വീണുപോകുന്നതിന് മുൻപ് കർത്താവ് നിനക്ക് മുന്നറിയിപ്പ് നൽകും. നിന്റെ മനസ്സാക്ഷി നിനക്ക് ഉപദേശം നൽകും. നീ ആ വഴിയിലേക്ക് പോകാൻ പാടില്ല, അത് നിനക്ക് അപകടകരമാണ്, നീ അവിടെ പോകാൻ പാടില്ല, അത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യുവാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ മനസ്സാക്ഷി നിങ്ങൾക്ക് ഉപദേശം നൽകും. അത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പാപത്തിൽ അകപ്പെടുകയേ ഇല്ല. യൗവനക്കാരോ ഇടറി വീഴുമെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് ചില യൗവനക്കാർ പറയാറുണ്ട്. യൗവനക്കാരാണല്ലോ, യൗവനക്കാരും ഇടറി വീഴുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് സാധാരണമാണെന്ന് ചിലർ പറയും. ഇടറുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വീഴുക എന്നാണോ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇടറിപ്പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീഴുകയാണോ ഇടറുകയാണോ ചെയ്തത്? വീണുപോയോ? വീണില്ലല്ലോ. വീണു പോകുമ്പോഴാണോ വീണെന്ന് പറയുന്നത്? വീഴുവാൻ പോകുന്നത് പോലെ വെച്ച് പോകുകയാണെങ്കിൽ ഇടറുകയാണ്. യൗവനക്കാർ തെറ്റ് ചെയ്താൽ ഇടറുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവർ വീണു പോകുമെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. ആ ഇടറിപ്പോകുന്നതായ സമയത്ത് കർത്താവേ എന്ന് വിളിക്കുകയാണെങ്കിൽ നിന്റെ കരത്തെ അവൻ പിടിക്കും. പരീക്ഷയിൽ അകപ്പെടാതെ നിന്നെ അവൻ കാക്കുവാനിടയാകും. വിശ്വാസിയാണെങ്കിൽ പരിശോധന വരുന്നതായ സമയത്ത് നിലവിളിക്കണം. യേശു ഒരു ദിവസം കടലിന്റെ മുകളിൽ കൂടെ നടന്നപ്പോൾ ശിഷ്യന്മാർ അത് കണ്ട് ഭൂതം ഭൂതം ഭൂതമെന്ന് നിലവിളിച്ചു. ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ നീയാകുന്നുവെങ്കിൽ ഞാനും സമുദ്രത്തിന്മേൽ നടന്നു വരേണ്ടതിന് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നീ വരിക എന്ന് കർത്താവ് പറഞ്ഞു. സമുദ്രത്തിന്മേൽ അവൻ നടന്നു. എന്താണ്? 2 ചുവടുകൾ വെച്ചു. വളരെ അത്ഭുതപ്പെട്ടു. നടക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് അലകൾ ആഞ്ഞു വീശിയ സമയത്ത് അവൻ കാറ്റ് കണ്ടതുകൊണ്ട് അവൻ ഭയപ്പെട്ട് മുങ്ങിപ്പോകുവാൻ തുടങ്ങി. എന്താണ്? യേശുവിനെ നോക്കിക്കൊണ്ട് അത്രയും സമയം അവൻ നടന്നു. എന്നാൽ കാറ്റ് കണ്ട സമയത്ത് ഭയപ്പെട്ടു പോയി, മുങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അവൻ എന്താണ് നിലവിളിച്ചത്? എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് മുങ്ങിപ്പോകാനിടയാകും. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നോക്കുക, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ
ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നു അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റു കണ്ട് പേടിച്ച് കർത്താവ് വരാൻ പറഞ്ഞപ്പോൾ അവൻ നടന്നു വന്നു. എന്നാൽ കാറ്റ് കണ്ടിട്ട് ഭയപ്പെട്ട് മുങ്ങിപ്പോകുവാൻ തുടങ്ങി. അടുത്ത വാക്യം, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും രക്ഷിക്കുക, നീ ദൈവമാകുന്നുവെങ്കിൽ രക്ഷിക്കുക എന്നൊന്നും പറഞ്ഞില്ല. എന്താണ്? ഇപ്പോൾ അവൻ മുങ്ങിപ്പോവുകയാണ്. പകുതി മുങ്ങിയിരിക്കുകയാണ്. കർത്താവ് നീ ആകുന്നുവെങ്കിൽ രക്ഷിക്കൂ എന്ന് പറയാനുള്ള സമയമില്ല, മുങ്ങിപ്പോകും. അതുകൊണ്ട് എന്താണ് അവൻ പറയുന്നത്? ഇപ്പോഴാണ് യഥാർത്ഥമായ പ്രാർത്ഥന ചെയ്യുന്നത്. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാനിടയായി. എന്താണ് ദൈവം അപ്പോൾ എന്താണ് ചെയ്തത്? ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് അവനോട് പറഞ്ഞു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചിട്ട് മുകളിലേക്ക് കയറ്റി. വീണു പോകുന്നു എന്ന് പറയുന്നവർക്ക് ഇതാണ് മറുപടി. വീഴുവാൻ തുടങ്ങുന്ന സമയം, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, പോരാട്ടം ഉണ്ടാകുന്ന സമയത്ത് കർത്താവേ എന്ന് വിളിക്കൂ, അത് മതി. ഒരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വെളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് ചിലർ ഇതിനു മുൻപ് പറയുവാൻ ഇടയായി. പ്രാർത്ഥിക്കാൻ അറിയില്ല കർത്താവേ അപ്പ, യേശുവേ അപ്പ, യേശുവേ അപ്പ, പ്രാർത്ഥിക്കാൻ അറിയില്ല യേശുവേ കർത്താവേ എന്നാണ് ചിലർ പറയുന്നത്. കർത്താവേ യേശുവേ, കർത്താവേ യേശുവേ, കർത്താവേ യേശുവേ, കർത്താവേ യേശുവേ എന്ന് ചില ഗ്രാമഫോണിൽ കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പ ദൈവമേ 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 ദൈവമേ. അതല്ല പ്രാർത്ഥന. അറിയാമോ എന്താണ്? നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ മനസ്സാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ വായ് നീ തുറക്കുക. ഞാനതിനെ നിറയ്ക്കാമെന്നാണ് അവൻ പറഞ്ഞത്. കർത്താവേ എന്ന് നിലവിളിക്കുവാനിടയായി. 1 മണിക്കൂറോളം അങ്ങനെ നിലവിളിച്ച് അവസാനം പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോൾ ഒറ്റയ്ക്ക് ചെല്ലുക, കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മുഴങ്കാലിൽ ഇരിക്കുക. നിനക്ക് അറിയില്ല എങ്കിലും ആത്മാവ് ഉച്ചരിച്ച് കൂടാത്ത വാക്കുകളാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയാകും. കർത്താവിനെ നോക്കുന്ന സമയത്ത് നാം കർത്താവിനെ നോക്കുകയാണെങ്കിൽ നാം വീണു പോകുവാൻ ഇടയാവുകയില്ല. എന്നാൽ ലോകത്തെ നോക്കുകയാണെങ്കിൽ, നീ മറ്റുള്ളവരെ നോക്കിയാൽ, കാറ്റിനെ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യം, അവർ എന്തെന്നെക്കുറിച്ച് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കാനിടയാകും എന്നുള്ളതായ ഭയത്തിൽ നീ ആയിരിക്കുമ്പോൾ വീണു പോകുവാനിടയാകും. അതുകൊണ്ടാണ് യേശുവിൽ നോക്കിക്കൊണ്ട് നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ ഓടുക. നിന്റെ മനസ്സാക്ഷി നീ കാത്തു സൂക്ഷിക്കുക. ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നതല്ല വിശ്വാസം. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പക്ഷപാതം വന്നിരിക്കുന്നു, ഈ പക്ഷപാതം കുറയുകയാണെങ്കിൽ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയാകും. ആദ്യം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ച് നിങ്ങൾ സ്നാനപ്പെടുക, അപ്പോൾ തീർച്ചയായും കർത്താവ് സൗഖ്യം നൽകാനിടയാകും. അതല്ലാതെ സൗഖ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ സ്നാനപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ വരികയില്ല എന്ന് പറയുന്നതല്ല വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുലുങ്ങിപ്പോകില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ദുഃഖിക്കുകയില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ കരത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോടൊപ്പം നടക്കുന്ന സമയത്ത്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയായി കാക്കുന്ന സമയത്ത്, നമ്മുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാദൃശ്യം കാണാനിടയാകും. അവന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ആകുവാനും കഴിയും. നമ്മുടെ കുടുംബത്തിൽ കലഹവും അതുപോലെ തർക്കങ്ങളും ബഹളവും പിറുപിറുപ്പും അനുസരണക്കേടും പ്രശ്നങ്ങളും അടിയും വഴക്കും കോടതിയും ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ തമ്മിൽ സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ കലഹം കാണില്ല. എന്താണ്? വാതിലിൽ എണ്ണയിടുന്നില്ല എങ്കിൽ അത് തുറക്കുന്ന സമയത്ത് കിർ കിർ എന്ന് ശബ്ദം വരും. അതുപോലെ തുരുമ്പിച്ചു പോയ സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ കിർ 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 എന്നുള്ള ശബ്ദം വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുപോയി ആ വ്യാപാരിയിൽ ഒഴിച്ചു കൊടുക്കുക.
ആ സൈക്കിളിൻ്റെ ചെയിനിൽ ഒഴിക്കുക, എന്തു പറ്റും? നല്ല സ്മൂത്തായിട്ട് ശബ്ദമില്ലാതെ പോകാനിടയാകും. നിന്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അടിപിടി ഉണ്ടാകില്ല, ബഹളമുണ്ടാകില്ല, പരസ്പരം ക്ഷമിക്കും, പരസ്പരം സഹിക്കും, മറ്റുള്ളവരോട് ദയ കാണിക്കും, നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കാനിടയാകും. അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. യഥാർത്ഥമായ വിശ്വാസി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാണിക്കാനിടയാകും. അതുകൊണ്ട് അവൻ കലഹിക്കുകയില്ല. അവനോട് കലഹിക്കാൻ വരുന്നവരോടും അവൻ സമാധാനത്തോടെ ആയിരിക്കും. അവനെ സ്നേഹിക്കുവാൻ കഴിയും. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തിയുടെ അനുഭവം. ഈ ദിവസം അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ മക്കളായ നാം കയറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതം എങ്ങനെയാണ് അറിയുന്നതെന്ന് ഒരാൾ ചോദിക്കാനിടയായി. ദൈവത്തോടൊപ്പം നിങ്ങൾ നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്ക് തന്നെ അറിയുവാൻ കഴിയും. നോക്കുക, നിങ്ങളുടെ ഭർത്താവുമായി 30 വർഷം നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട കറി ഏതാണെന്ന് നിങ്ങൾക്കറിയാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഭർത്താവിന് ഏത് കറിയാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾക്ക് അറിയുകയില്ലേ? എങ്ങനെയാണ് മനസ്സിലായത്? 30 വർഷം അവനോടൊപ്പം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. അതുപോലെ ദൈവത്തോടൊപ്പം നാം കൂട്ടായ്മ ആചരിക്കുകയാണ് എങ്കിൽ, ദൈവത്തിന്റെ വചനം വായിക്കുന്ന സമയത്ത്, അവനോട് നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മനസ്സ് അറിയാവുന്നത് കൊണ്ട് പ്രത്യേകമായി ഇത് നിന്റെ ഹിതമാണോ, ചാരായം കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ചോദിക്കുമോ? പറയൂ. അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് അവന്റെ മനസ്സ് നന്നായി അറിയുവാൻ കഴിയുന്നതാണ്. ഏതാണ് ശ്രേഷ്ഠം എന്ന് നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറിയുവാൻ കഴിയും. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ദൈവഹിതം അറിയണമെന്നുണ്ടെങ്കിൽ അല്പസമയം അവന്റെ സന്നിധിയിൽ ചിലവഴിച്ചാൽ, അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ തന്റെ സ്വരം കേൾപ്പിക്കും, വചനത്തിലൂടെ സംസാരിക്കും, വചനത്തിലൂടെ വ്യക്തമായി ഇടപെടും, സാഹചര്യത്തിൽ കൂടി ബോധിപ്പിച്ചു നൽകും. അങ്ങനെയുള്ള സന്ദർഭത്തിലൂടെ തന്റെ ഹിതത്തെ, തന്റെ ഉദ്ദേശത്തെ പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ ദിവസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ വ്യക്തികളോടും കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അത് വെളിപ്പെടുത്തി തരും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചില ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിൽ നമുക്ക് മറുപടി ലഭിക്കുകയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? കറുത്ത പശു പച്ചപ്പുല്ല് തിന്നാൽ എങ്ങനെയാണ് വെളുത്ത പാല് നൽകുന്നത്? പറയൂ. കറുത്ത പശുവാണ്, പച്ചപ്പുല്ലാണ് തിന്നുന്നത്. അപ്പോൾ അങ്ങനെ നല്ലോണം വെളുത്ത പാല് കിട്ടുന്നത്? പറയൂ. ഇതിനുപോലും ഉത്തരം പറയാൻ കഴിയാത്തവർക്ക് ദൈവമാണെങ്കിൽ എങ്ങനെയുള്ളവനാണ്, എത്ര ഹൈറ്റ് ഉണ്ട്, സ്വർഗം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയുമോ? 1000 വർഷം വാഴ്ച എങ്ങനെയാണ്, കർത്താവ് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയുമോ? കർത്താവിന്റെ വരവെല്ലാം എന്താണ് എന്നെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണം. ആദ്യമായി രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് ഈ PhD പാഠങ്ങൾ ആവശ്യമില്ല. പുതുതായി രക്ഷിക്കപ്പെട്ട നിങ്ങൾ ABCD പാഠങ്ങൾ പഠിച്ചാൽ മതി. ABCD അറിഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നല്ലോണം വായിക്കാൻ കഴിയും, പിന്നീട് പഴയ സംസാരിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് PhD ഒക്കെ എടുക്കാം. ഒന്നാമതായിട്ട് ഹൃദയശുദ്ധി, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നീ നിറയപ്പെട്ട് നീ അവനോടൊപ്പം നടക്കുമ്പോൾ നിനക്ക് വലിയ ചോദ്യമായിട്ട് വലിയ ഒരു പർവ്വതം പോലെ കാണപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം നൽകുന്നതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ദർശിക്കണമേ. അവരുടെ മനസ്സ് തുറന്ന് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും നിന്റെ സന്നിധിയിലേക്ക് വച്ചിരിക്കുകയാണ്. സാധ്യമാകുന്നതുവരെയും നിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകണമേ, ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകണമേ. ഏറ്റവും പ്രധാനപ്പെട്ടതായ ശുദ്ധമായ ഹൃദയത്തെയും നല്ല മനസ്സാക്ഷിയും ഞങ്ങൾക്ക് നീ നൽകണമേ. വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നതിനായി, നിന്റെ സ്നേഹത്തോടെ ജീവിക്കുന്നതിനായി സഹായിക്കണമേ. മക്കൾ ഇല്ലാത്തതിനാൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ, ഒരുപാട് കുടുംബങ്ങൾ ദുഃഖത്തോടെ ആയിരിക്കുന്നു. മക്കളെ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവന്റെ പ്രതിഫലമാകുന്നുവെന്ന് വചനം പറയുന്നുവല്ലോ. തന്റെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് സാക്ഷ്യം പറയുവാൻ നിന്റെ അനുഗ്രഹം അവരുടെ മേൽ അയക്കുമാറാകണമേ. മക്കളുടെ വിവാഹ കാര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നിന്റെ ഹിതപ്രകാരം യോഗ്യമായ വിവാഹ ബന്ധങ്ങൾ കൊണ്ടുവന്ന് നീ സഹായിക്കുമാറാകണമേ. വളരെ ഞെരുക്കത്തിൽ ആയിരിക്കുന്നതായ അനേകർ ഇവിടെ കരങ്ങൾ ഉയർത്താനിടയായി.
അവർക്ക് കടഭാരത്താൽ വ്യസനിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസം നീ നൽകണമേ. ഞങ്ങളുടെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ കൈവശമുള്ള അല്പം ഞങ്ങളുടെ കഷ്ടത തീർക്കുന്നതിനായി അന്ന് വിധവയുടെ കയ്യിലുണ്ടായിരുന്ന അല്പം എണ്ണയെ നീ വർദ്ധിപ്പിച്ച് കൊടുത്തതുപോലെ ആ കാലത്ത് വിധവയുടെ തൊട്ടിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ, ക്ഷാമകാലം മുഴുവൻ അവരെ പോഷിപ്പിച്ചതുപോലെ നിന്റെ അനുഗ്രഹവും നന്മയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അയക്കണമേ. ഞങ്ങളുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. യൗവനക്കാർ ജോലിയില്ലാത്തവരുണ്ട്, അവർക്ക് നല്ല ജോലികൾ നീ കൊടുക്കണമേ. പരീക്ഷ എഴുതിയവർക്ക് നല്ല ഫലം നീ കൊടുക്കണമേ. വാർദ്ധക്യത്തിലുള്ള അനേകം ആളുകളുണ്ട്, അവർക്ക് നീ നല്ല ആരോഗ്യം കൊടുക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിശാചിന് ഇടം കൊടുക്കാതെ ഐക്യത കൊടുക്കണമേ. ഓരോ വ്യക്തികളും നിന്റെ സാക്ഷിയായി ജീവിക്കുന്നതിനായി മാനസാന്തരപ്പെട്ട് ഭയത്തോടെ ഭക്തിയോടെ രക്ഷയെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഇനി മാനസാന്തരപ്പെടാത്തവർ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടിട്ട് ഈ സമയം തന്നെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവർ പശ്ചാത്താപത്തോടുകൂടി കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.